എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരുപാട് ടോയ്സ് ആയിരുന്നവരെല്ലാവരും ഇപ്പോൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയി. ഫ്ലെമിംഗോയും അവന്റെ അസിസ്റ്റൻസിനെയും കൊല്ലാനായിട്ട് ആ നാട് മുഴുവൻ ഓടി നടക്കുകയാണ്. അതുപോലെ തന്നെ ഉസോപ്പ് പറഞ്ഞതനുസരിച്ച് ഇപ്പോ ഒരുപാട് ലിറ്റിൽ പീപ്പിൾസും സാധാരണ ആൾക്കാരെല്ലാവരും ആ ഫാക്ടറിക്ക് നേരെ തിരിയും. അകത്തുണ്ടായിരുന്ന സോൾജിയേഴ്സിന് ഇപ്പൊ ഏകദേശം കാര്യം മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും തലകീഴായി മറിഞ്ഞു എന്ന്. അവർക്കാണെങ്കിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കാണെങ്കിൽ അപ്പോഴും കുറെ കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ആ ഒരു ബിൽഡിംഗ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലോക്ക് ഓപ്പൺ ചെയ്യാതെ ആർക്കും തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാൻ കഴിയില്ല. മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ ഗ്ലാസ് പോലുള്ള ടോപ്പ് ഭാഗം അതിലേക്ക് എത്ര വലിപ്പവും കനമുള്ള എന്തു വന്ന് വീണാലും അത് തകരില്ല. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഡോഫ്ലെമിംഗോയുടെ ജീവനും ജീവിതവും പ്രതീക്ഷയെല്ലാം തന്നെ അവൻ അർപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സ്മൈൽ ഫാക്ടറിയിലാണ്. ഒരു കാരണവശാലും അവിടുത്തെ വർക്ക് മുടങ്ങാനോ അതിനെന്തെങ്കിലും സംഭവിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ് ആ വില്ലന്മാരാണെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ പ്രൊഡക്ഷൻ വർക്ക് അതങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് സീപ്രിസം സ്റ്റോൺസ് വെച്ചാണ്. അതുകൊണ്ട് ഫ്രൂട്ടിന്റെ പവറുള്ള ആർക്കും തന്നെ ആ ബിൽഡിംഗിൽ തൊടാൻ പോലും കഴിയില്ല. ഇനി പവറില്ലാത്ത സാധാരണ ആൾക്കാർ അവർ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് ഡീമണ്ടയെയും ട്രഫോളിനെയും ബാക്കിയുള്ള ഒരുപാട് സോൾജിയേഴ്സിനെ ഒക്കെ ഡോഫ്ലെമിംഗോ അവിടെ നിർത്തിയിരിക്കുന്നത്. ഡീമണ്ടയും ട്രഫോളും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ആ ജനങ്ങൾക്കാണെങ്കിൽ വേണമെങ്കിൽ ജീവനം കൊണ്ട് തിരികെ ഓടാം. പക്ഷേ അവരുടെ നേതാവ് അവർക്ക് ജീവൻ തിരികെ തന്ന സോപ്പ് അദ്ദേഹത്തിന്റെ വാക്കിന് വില കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ അറ്റാക്ക് ചെയ്യാൻ ആ വില്ലന്മാരുടെ അടുത്തേക്ക് ആടി വീഴുകയാണ്. അടുത്ത നിമിഷം ആ രണ്ട് വില്ലന്മാരും അവരുടെ ആയുധങ്ങൾ വെച്ച് അടിച്ച് തെറിപ്പിച്ച് ജനങ്ങളെ എല്ലാം തന്നെ നാനാഭാഗത്തേക്ക് തെറിപ്പിച്ചയക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ടെസറോസ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ഡോഫ്ലെമിംഗോയുടെ ആൾക്കാരും ടോയ് ആയി നോർമൽ ആയവരും ഒരിഞ്ഞ അട്ടിയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് സാക്ഷാൽ ഡോഫ്ലെമിംഗോ അവന്റെ കഴുത്ത് വെട്ടി തകർന്ന് താഴെ വീണ്ടും ഇപ്പൊ യാതൊരു കൂസലും ഇല്ല. നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അവൻ വീണ്ടും വെല്ലുവിളിക്കും. കൺട്രോൾ പോയ കൈറോസ് അവൻ വീണ്ടും അവന്റെ സ്ക്വാഡ് എടുത്ത് ഡോഫ്ലെമിംഗോയ്ക്ക് നേരെ എടുത്ത് ചാടും. പക്ഷെ ഇപ്രാവശ്യം ഡോഫ്ലെമിംഗോ കൈറോസിനെ കറക്റ്റ് ആയിട്ട് അവന്റെ കയ്യിൽ ക്യാച്ച് ചെയ്യാണ്. കൈറോസ്, നിനക്ക് എങ്ങനെയാണ് ഒരാളെ കൊല്ലേണ്ടതെന്ന് അറിയില്ല, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഇപ്പൊ കൈറോസിനെ പിടിച്ച് ഞെരുക്കുകയാണ്. ഡോഫ്ലെമിംഗോ അവന്റെ കാല് കറക്കി ഇപ്പോ കൈറോസിനിട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ലൂഫി കൈറോസിനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരാ ട്വിസ്റ്റ് മനസ്സിലാക്കുക. അവൻ കഴുത്ത് വെട്ടിയിട്ടത് റിയൽ ഡോഫ്ലെമിംഗോയുടേതല്ല, അവന്റെ വെറും ഒരു ക്ലോണാണത്. റിയൽ ഡോഫ്ലെമിംഗോയുടെ ഇപ്പോഴത്തെ ആ ഒരു ഹിറ്റില് ആ ഒരു പാലസ് അത് നെടുവെ രണ്ടായിട്ട് പിളർന്നു പോകും. ആ രണ്ട് ഡോഫ്ലെമിംഗോസും ഇപ്പൊ ലൂഫിയെ ലക്ഷ്യമാക്കി ഓടി അടുക്കും. ജസ്റ്റ് മിസ്സിന് വീണ്ടും ലൂഫി കൈറോസുമായിട്ട് ഒരു സേഫ് സ്ഥലത്തേക്ക് വരും. കൈറോസിനെ അവിടെ നിർത്തി ഇപ്പൊ ലൂഫി അവനെ ഡോഫ്ലെമിംഗോസിനെ നേരിടാനായിട്ട് അവർക്ക് നേരെ ഓടുകയാണ്. അവൻ ഓടെ സ്ട്രെയിറ്റ് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഇപ്പൊ ഡോഫ്ലെമിംഗോയെ അച്ചരം പൊച്ചറും ഇട്ടിക്കും. പക്ഷെ അവന്റെ ക്ലോൺ ഡോഫ്ലെമിംഗോ ലൂഫിയുടെ വയറ്റില് ആഞ്ഞു വെട്ടുകയാണ്. ഓക്കി പവർ ഉപയോഗിച്ച് വെട്ടിയതുകൊണ്ട് തന്നെ ചോര തുളുമ്പി അവൻ നിലവിളിച്ച് താഴെ വീഴും. ഡോഫ്ലെമിംഗോ ലൂഫിയെ വിടാതെ ഇപ്പൊ അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. കിട്ടി ഒരുപാട് ചുമരുകൾ തകർത്ത് ലൂഫി അങ്ങനെ തെറിച്ചുപോയി വീഴും. അതിനുശേഷം ഡോഫ്ലെമിംഗോ ആ കിങ്ങിനോട് ചോദിക്കും, 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം അത് നിനക്ക് ഓർമ്മയുണ്ടോ? കിങ്ങിന് മനസ്സിലാവും ഡോഫ്ലെമിംഗോ അവനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് അവന്റെ ജനങ്ങളെ കൊല്ലിപ്പിച്ച കാര്യമാണ് അവൻ പറയുന്നതെന്ന്. ഡോഫ്ലെമിംഗോ പറയും, അന്ന് നടന്നത് ചെറിയൊരു യുദ്ധമാണ്, അതേ യുദ്ധത്തിന്റെ വലിയൊരു വേർഷൻ അതിപ്പോ നടക്കാൻ പോവാണെന്ന് പറഞ്ഞ് പികെയോട് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും താഴേക്ക് വലിച്ചെറിയാൻ പറയും. ആണെങ്കിൽ എല്ലാവരെയും തൂക്കിയെടുത്ത് താഴെയിടും. പക്ഷെ കിങ് മാത്രം ആ ചുമരിൽ തൂങ്ങിക്കിടന്ന് ഡോഫ്ലെമിംഗോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് അതുപോലെ ഒന്നും ചെയ്യരുത്, ആ ജനങ്ങൾ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ പിക്കയാണെങ്കിൽ ഇപ്പൊ കിങ്ങിനെയും തള്ളി താഴേക്കിടും. ലൂഫി അവന്റെ വയറ് അതങ്ങനെ വീർപ്പിച്ച് എല്ലാവരെയും സേഫ് ആക്കി അവന്റെ വയറ്റിൽ ലാൻഡ് ചെയ്യിപ്പിക്കും. അതേസമയം ഡോഫ്ലെമിംഗോ അവന്റെ ആൾക്കാരുമായിട്ട് റെഡിയായി എന്റെ കൈ അത് മുകളിലേക്ക് ഉയർത്തും. അടുത്ത നിമിഷം ആ ക്ലോൺ ഡോഫ്ലെമിംഗോയുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് സ്ട്രിങ്സ് പുറത്തേക്ക് വരികയാണ്. താഴെയുള്ള ട്രഫാൽഗറിലോയാണെങ്കിൽ ആ സ്ട്രിങ് മുകളിലേക്ക് പോകുന്നത് കണ്ട് ഷോക്കാവും. ആ ഡോഫ്ലെമിംഗോ അവൻ പറഞ്ഞതുപോലെ തന്നെ ബേർഡ്സ് കേജ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ളവർക്ക് ആർക്കും ട്രഫാൽഗറിലോ എന്താ പറയുന്നതെന്നോ ഡോഫ്ലെമിംഗോ അവൻ എന്താ ചെയ്യുന്നതെന്നോ മനസ്സിലാവില്ല. ഇവിടെ അയർലാൻഡിലാണെങ്കിൽ ജനങ്ങളും ടോയ്സ് ആയി ഇരുന്നവരും ഡോഫ്ലെമിംഗോയുടെ അസിസ്റ്റൻസും അങ്ങനെ എല്ലാവരും തമ്മിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഐലാൻഡ് മുഴുവൻ അതൊരൊറ്റ ആംഗിളിൽ കാണിക്കും. ഡോഫ്ലെമിംഗോ മുകളിലേക്ക് വിട്ട ആ സ്ട്രിങ് അതിപ്പോ ആ ഐലാൻഡിനെ മുഴുവനായിട്ടും റൗണ്ട് ചെയ്യാണ്. ആ സ്ട്രിങ്ങുകളെല്ലാം തന്നെ ഒരുപാട് പാറകളിൽ അങ്ങനെ തറച്ചു കയറുകയാണ്.
ചില പൈററ്റ്സിനാണെങ്കിൽ ആ സ്ട്രിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡോഫ്ലമിംഗോ അവൻ എന്താ ഉദ്ദേശിക്കണേന്ന്. അവരിപ്പോ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടും. പക്ഷെ അതിൽ ചിലര് ആ സ്ട്രിങ്സിൽ തട്ടി അവരുടെ ബോഡിയിലും തലയിലും മുഖത്തും ഒക്കെ ഒരുപാട് പരുക്ക് പറ്റി താഴേക്ക് വീഴുകയാണ്. അവർക്കാർക്കും ആ സ്ട്രിങ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ആ സ്ട്രിങ്ങിൽ ടച്ച് ചെയ്ത ഓൺ ദ സ്പോട്ട് അവരുടെ ബോഡി അത് കട്ടാവും. അവരാണെങ്കിൽ വലിയ പീരങ്കിയൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ പീരങ്കിയുടെ ബുള്ളറ്റ് അത് ആ സ്ട്രിങ്സിൽ പെട്ട് കഷ്ണങ്ങളായിട്ട് താഴെ വീണതല്ലാതെ ആ സ്ട്രിങ്സിന് യാതൊരു പോറൽ പോലും ഏൽക്കില്ല. അപ്പോഴായിരിക്കും ട്രഫാൽഗർ ലോ പറയാ ഇത് ബേർഡ്സ് കേജ് ട്രാപ്പാണ്. അതായത് ഈ ഐലാൻഡിൽ ഇത്രയും കാലം എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാഡായിട്ട് ബാധിക്കുന്നത് അത് ഡോഫ്ലമിംഗോയാണ്. അങ്ങനെ സംഭവിച്ച ഇനി അവന് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവനിപ്പോ ഇവിടെയുള്ള എല്ലാവരെയും ഈ ഐലാൻഡിൽ തന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അവൻ ഈ ഐലാൻഡിലുള്ള എല്ലാവരെയും കൊല്ലാൻ പോവാണ്. അതാണ് അവന്റെ ലക്ഷ്യം. ഇത് തകർക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ ഡോഫ്ലമിംഗോയെ അവനെ കൊല്ലണം. അല്ലാതെ ആർക്കും ഇത് കടന്നു പോകാനോ തകർക്കാനോ പറ്റില്ല. ഒരുപാട് പേരാണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആർക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോയുടെ സ്ട്രിങ്സ് അത് ഓരോരുത്തരുടെ ബോഡിയിലേക്ക് കയറി ഇറങ്ങുകയാണ്. ഒരു സ്ട്രിങ് ആ ബ്ലൈൻഡ് മാന്റെ നേരെ വരും. ആള് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അത് തൊട്ട് നോക്കും. അത് തൊടുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും അത് ഡോഫ്ലമിംഗോയുടെ സ്ട്രിങ് ആണെന്ന്. ഓരോ ഭാഗത്തായിട്ട് ഇപ്പൊ ഓരോ ബിൽഡിങ്ങുകളിൽ വലിയ വലിയ പൊട്ടിത്തെറികളും അപകടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നേവിക്കാര്, പൈററ്റ്സ് അങ്ങനെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് റിങ്കു കിങ്ങിനെ കൊണ്ട് പണ്ട് എന്ത് ചെയ്യിപ്പിച്ചോ അതുപോലെ അവരെ പരസ്പരം അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള ജനങ്ങളെയും നേവിക്കാരെയും പൈററ്റ്സുകളെയും ഒക്കെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരെയും കൊല്ലാണ്. വൈസ് അഡ്മിറലിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ എന്താ സംഭവിക്കണേന്ന് ചിന്തിച്ച് അവൻ ചുറ്റും നോക്കും. നേവിക്കാര്, സാധാരണ ജനങ്ങള്, പൈററ്റ്സ് എല്ലാവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അറ്റാക്ക് ചെയ്ത് പരുക്കുപറ്റി മരിച്ചു വീഴുകയാണ്. അപ്പൊ ദൂരത്തായിട്ടുള്ള ആ കിങ്ങിന്റെ വലിയ മാൻഷൻ ഇരുന്ന ഭാഗം അതിപ്പോ പതിയെ നിലം പതിക്കാനായിട്ട് തുടങ്ങുകയാണ്. ട്രഫാൽഗർ ലോയ്ക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ എല്ലാം പിന്നിൽ ഡോഫ്ലമിംഗോ ആണെന്ന്. ഇത് ആക്ച്വലി ആ പീക്കയുടെ പവറാണ്. അവൻ ഏതെങ്കിലും സ്റ്റോൺസുമായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിന് അതിനെ മാറ്റിമറിക്കാൻ കഴിയും. പീക്കെ ആണെങ്കിൽ ആ മാൻഷൻ മാത്രം അങ്ങനെ തൂക്കിയെടുത്ത് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് പോവാണ്. അതിന്റെ തൊട്ടു പിന്നാലെ ആ സ്മൈൽ ഫാക്ടറി, ഫ്ലവർ ഹില്ല് അങ്ങനെ അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം തന്നെ മുഴുവനായിട്ട് ഉയർത്തിയെടുത്ത് സേഫായ ഒരു സ്ഥലത്തേക്ക് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ വീഡിയോ സ്നെയിലെടുത്ത് എല്ലാവർക്കുമായിട്ട് ഒരു അനൗൺസ്മെന്റ് കൊടുക്കും. നിങ്ങൾ എല്ലാവരും സത്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആക്ച്വലി അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി നിങ്ങൾ ആരും ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. ഈ ടെസ്റോസ ഇനി ചരിത്രങ്ങളിൽ മാത്രമായിരിക്കും അവശേഷിക്കുക. ഞാൻ ഈ ടെസ്റോസയിലെ കിങ് പൊസിഷൻ അതിവിടെ വെച്ച് രാജിവെക്കുകയാണ്. ഈ ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒന്നുകിൽ റോയൽ പാലസിലേക്ക് വന്ന് നിങ്ങൾ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ഞാൻ പറയുന്ന ആൾക്കാരെ അവരെ നിങ്ങൾ കൊല്ലണം. തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ അട്ടഹസിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ലൂഫി അവൻ ഡോഫ്ലമിംഗോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഫുൾ കലിപ്പില് അങ്ങനെ പല്ല് കടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.